എന്താണ് ഈ കേറ്റുന്നത്? തന്നോടാ ചോദിച്ചത് എന്താണ് ഈ കേറ്റുന്നത്? റോക്കിയോടെ ഒന്നും ചോദിക്കണ്ട, ഞാൻ പറയാം. വരൂ വരൂ, വരൂ. എക്സസോ എന്ന കുറെ ചരക്ക് വിറ്റഴിക്കാവുന്ന. എക്സസോ? ഇവിടെ ആവശ്യത്തിനുള്ള ഉൽപാദനമാണല്ലോ നടക്കുന്നത്. ഇത് വ്യാജ ചരക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബിസിനസ് ആണെന്ന് അറിഞ്ഞാൽ മതി. പോരാ, എനിക്കറിയണം. എന്താണ് മിസ്റ്റർ ഗോപിനാഥൻ അറിയേണ്ടത്? ഞാൻ പറയാം. ഞാൻ ഈ ഫാക്ടറിയിലെ ചീഫ് കെമിസ്റ്റാണ്. എന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ ചരക്കുകൾ വിറ്റഴിക്കുന്നത്. മിസ്റ്റർ ഗോപിനാഥ്, ഈ സന്ദർഭത്തിൽ ഇതൊരു പ്രശ്നമാക്കരുത്. ഇങ്ങനെ ചിലർ ചെയ്താലേ കമ്പനി റൺ ചെയ്യും. ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല. ഇന്നു മുതൽ ഞാൻ ഈ സ്ഥാപനത്തിൽ ആരുമല്ല. എന്താണ്? എന്തു വേണം? ഒരു കാര്യം പറയാനുണ്ട്. എന്നോടൊന്നും പറയണ്ട. അങ്ങനെ പിണങ്ങിയാലോ? ഗോപിനാഥൻ, ബിസിനസ് ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കില്ല എന്നല്ല നീ പറഞ്ഞത്? നീ ജീവിച്ചിരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിന്നെ കൊന്നാൽ ബാബു കൊന്നതാണെന്നേ ലോകം ധരിക്കും. ബാബുവും നീയും ശത്രുക്കളല്ലേ? ബാബു കൊന്നുവെന്ന് ഉറപ്പ് സാക്ഷി പറയും. നിന്നെ കെട്ടുന്നവന്റെ ഗതി എന്തായിരിക്കും എന്നറിയാമോ? അവനെ ഞാന് കൊല്ലും. ഇദ്ദേഹമാണോ നമ്മുടെ കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്? കൊലയാളി കുടുങ്ങിയ തന്നെ. 2 അവാർഡാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. കൊലയാളിയെ ഒരു ദരിദ്രവാസിയായിട്ട് വേണം ഊഹിക്കാൻ. കുത്താൻ ഉപയോഗിച്ച കഷാരി അല്ലാതെ ഒരു സിഗരറ്റ് കുറ്റി പോലും ഇവിടെ ഉപേക്ഷിച്ചതായി കാണുന്നില്ല. പിന്നെ എല്ലാം ഇദ്ദേഹത്തിന്റെ സാമർഥ്യം പോലെ ഇരിക്കും. ശവം കിടന്ന സ്ഥലം വലിപ്പിക്കുകയല്ലാതെ ഒരു വഴിയുമില്ല. ഉത്തരവ്. വേഗം വേഗം. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ടോമിക്ക് 3ാമത്തെ അവാർഡും കിട്ടാൻ പോകുന്നു. എവിടെ നമ്മുടെ ടോമി? അപ്പോൾ മിസ്റ്റർ ഗോപിനാഥിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ആരാണ് അയാൾ? അദ്ദേഹത്തിന്റെ ജീവനെടുത്ത ആള് തന്നെ. അതാരാണെന്നാ ചോദിച്ചത്? നിങ്ങളാണ് അത് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ ഭർത്താവിന്റെ സഹോദരൻ ബാബുവിനെ അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് പറയാം. നിങ്ങളെ ഇവിടെ ആദ്യമായി കണ്ടപ്പോൾ. എക്സ്ക്യൂസ് മീ, ഉത്തരവ് ഒന്നുകൂടെ വ്യക്തമാക്കാം. അത് കഴിയാത്തതാണല്ലോ എന്റെ നിർഭാഗ്യത്തിന് കാരണം.
മിസ് ഗോപിനാഥിന്റെ മരണത്തിൽ ഞാൻ ദുഃഖിക്കുന്നു. അത് വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവക്കാരനായിരുന്നു മിസ്റ്റർ ഗോപിനാഥൻ, നിങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ പേരിൽ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നായിട്ട് അറിയാമോ? ശത്രുക്കളോ? ഗോപിയോട് ശത്രുത പുലർത്താൻ ആർക്കും കഴിയില്ല. അത്രയ്ക്കും ശാന്ത സ്വഭാവക്കാരനായിരുന്നു അയാൾ. പിന്നെ വീട്ടിലെന്തോ ചില്ലറ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. അതൊന്നും അത്ര കാര്യമാക്കാനില്ല. ഗോപിനാഥിന്റെ അനുജൻ ബാബുവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓ, പ്രത്യേകിച്ച് എന്ത് പറയാൻ. ഗോപിയുടെ അനുജനാണെന്ന് പറയാൻ തന്നെ വിഷമമാണ്. രാപകൽ വ്യത്യാസമുണ്ടായിരുന്നു അവർ തമ്മിൽ. പിന്നെ കൂട്ടുകെട്ടാണല്ലോ ആളുകളെ വഷളാക്കുന്നത്. എന്തായാലും അനുജന്റെ കാര്യത്തിൽ ഗോപിനാഥ് തികച്ചും ദുഃഖിതനായിരുന്നു. മിസ്റ്റർ മേനോൻ ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ആവശ്യവും തോന്നുമ്പോ ഇനിയും വരാം. അപ്പോൾ നീ ഇനി തിരിച്ച് നാട്ടിലേക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിന്റെ പ്രയാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ താമസിക്കും. സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. ബാബു, ഈ കാണുന്ന നെൽപ്പാടങ്ങളും ആ തെങ്ങും തോപ്പും എല്ലാം ആയ കാലത്ത് മൂപ്പിലാൻ ഉണ്ടാക്കിയിട്ടതുകൊണ്ട് ഒന്നും അറിയാതെ ജീവിച്ചു. ഇനിയിപ്പോ നിന്റെ ചുമതലയെല്ലാം കൂടി ഞാൻ ഏറ്റെടുക്കണമെന്നാ. കൃഷ്ണ, ഒന്നും ഇതുവരെ കെട്ടിയില്ലേ? കഴിഞ്ഞു. അത് വേഗം കെട്ടടേ. ഇനിയിപ്പോ കുറച്ച് റബ്ബർ വാങ്ങിക്കണമെന്നാണ് മൂപ്പിലാന്റെ ഐഡിയ. ഇതെല്ലാം ആര് നോക്കാനാ? എന്നെ കൊണ്ടുപോയി. നീയല്ലടാ ബാബു? അതെ, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താ കാര്യം? കാര്യമോ? കൊലപാതക കുറ്റം. ചേട്ടനെ കൊന്ന് സ്ഥലം വിട്ടിരിക്കുന്നു. കൊലപാതകമോ? ചേട്ടനെ കൊന്നു? ഗോപിനാഥന്റെ ചേട്ടനല്ലേ? നിന്നെ പിടിക്കില്ലെന്ന് കരുതിയോ? എന്റെ ചേട്ടൻ മരിച്ചെന്നു ഞാൻ കൊന്നു. നിന്റെ അഭിനയം കൊള്ളാമല്ലോടാ. എന്താണ് സർ കാര്യം? വിശദീകരിക്കണം. വിശദീകരണം പോലീസ് സ്റ്റേഷനിലാ. നടക്ക്. മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. നീയല്ലേ മിസ്റ്റർ ഗോപിനാഥിനെ കൊല ചെയ്ത്? അല്ല, ഞാൻ എന്റെ ചേട്ടനെ കൊന്നിട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുവരെ എന്റെ ചേട്ടന്റെ മരണത്തെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. നീ പിന്നെ എന്തിനൊളിവിൽ പോയി? ഞാൻ ഒരു സുഹൃത്തിനെ കാണാൻ പോയതായിരുന്നു. ചേട്ടന്റെ മരണ ദിവസം തന്നെ വേണമായിരുന്നല്ലേ? അത് പറയടാ. നീ നിന്റെ ചേട്ടന് ശത്രുക്കളായിരുന്നില്ലേ? അത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. ഓ, തെറ്റിദ്ധാരണയുടെ പേരിൽ നടന്ന തമാശയായിരുന്നല്ലേ? നിന്നെ കോളേജിൽ സസ്പെൻഡ് ചെയ്തില്ലേ? നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലിനെ നീ കൂട്ടുപിടിച്ചില്ലേ? കുടുംബ സ്വത്ത് വീതിക്കണമെന്ന് നീ ആവശ്യപ്പെട്ടില്ലേ? അതിന്റെ പേരിൽ ചേട്ടനെ നീ ഭീഷണിപ്പെടുത്തിയില്ലേ? ഗോപിനാഥനെ കൊലപ്പെടുത്തിയത്? ഇല്ല ഇല്ല, എന്റെ ചേട്ടനെ കൊന്നു ഞാനല്ല. രാമൻ നായരെ, എന്റെ പൊന്നു മോനെ, ഇത് കൊലക്കേസാ. സത്യം പറഞ്ഞു, പിന്നെ പേടിക്കണ്ട. ഓഹോ, നിന്റെ തടി ചുമ്മാ കേടായി പോലോടാ. കിട്ടാതെ കിട്ടിയിട്ട് പറഞ്ഞാ മതി. വരാൻ പോകുന്ന അപകടം ഒരുപക്ഷെ എന്റെ തല തന്നെ കൊണ്ടുപോയി എന്നിരിക്കും എന്ന് കരുതി എന്റെ മകളുടെ കണ്ണീര് കാണാൻ എനിക്ക് കഴിയില്ല. ബാബുവിനെതിരായി സാക്ഷി പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും. നിങ്ങൾക്കും എനിക്കും രക്ഷപ്പെടാനാവില്ല. നിങ്ങളാണ് കൊന്നതെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പോൾ കുറിപ്പിന് വേണ്ടത് മരുമകനെയാണ്. എനിക്കെന്റെ മകളുടെ ഭാവിയാണ് വലുത്. ബാബുവിനെതിരായി ഞാൻ സാക്ഷി പറയില്ല. എനിക്ക് വേറെ വഴിയിൽ ചിന്തിക്കേണ്ടി വരും. നീ എന്നെ ഭയപ്പെടുത്തുകയാണോ? എമ്മാടി, എന്റെ ചോറ് തിന്നിട്ട് നീ എന്നെ ഭരിക്കാൻ വരുന്നു. ഇനി നിന്നെയും ഞാൻ വിടില്ല. ഈ സത്യം
ഞാൻ പോലീസിൽ അറിയിക്കും. ഓഹോ. ഉം. ഞാൻ എന്റെ ചേട്ടനെ കൊന്നിട്ടില്ല. മനഃപൂർവ്വം എന്റെ പേരിൽ കുറ്റം ആരോപിക്കുകയാണ്. ഞാൻ എന്തിനു ജയിലിൽ കഴിയണം? ഇവനെയും കൊണ്ട് തെളിവെടുപ്പിക്കാൻ നടന്ന് മനുഷ്യൻ കഷ്ടപ്പെട്ടു. എന്തോ ചെയ്യാനാ? ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എടാ മോനെ, നിന്നെ കൊണ്ട് തെളിവെടുപ്പിക്കാൻ നടന്ന് ഞങ്ങൾ കുഴഞ്ഞലോടാ. ഞങ്ങളിട്ട് കഷ്ടപ്പെടുത്താതെ നിനക്ക് ഈ കൊലക്കുറ്റം ഏറ്റൂടെ? കൂടി പോയാ കയറ്. ആ നടക്ക്, നീ ഏക്കോ നോക്കട്ടെ. ഉം. നടക്ക്. എടാ മോനെ, ആ താക്കോല് കളയല്ലേ, ഡിപ്പാർട്ട്മെന്റ് വകയാ, ചോദ്യം വരും. അനങ്ങിപ്പോരുത്. എന്റെ ചേട്ടനെ കൊന്ന നീയല്ലേ? പറയണ, എനിക്കതിനെ കുറിച്ച് അറിയണം. ഇന്ന് നിന്റെ ഹൃദയത്തിൽ മറ്റൊരുത്തിന്റെ ഭാര്യയാണ് ഇരിക്കുന്നത്. ഞാനും എന്റെ ചേട്ടനും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം നിനക്ക് ശരിക്കും അറിയാമായിരുന്നു, ഇല്ലടാ? എന്റെ ചേട്ടനെ കൊന്ന് എന്നെ കുറ്റവാളിയാക്കിയിട്ട് കാമുകിയെ സ്വന്തമാക്കാമെന്ന് കരുതിയ ബുദ്ധിമാൻ. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. മര്യാദയ്ക്ക് സത്യം പറയും. ബാബു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നീ സത്യം പറയില്ല, ഞാൻ പറയിക്കാം. ഹലോ. ആ, കയർ ഫാക്ടറിയിൽ നിന്ന് കുറുപ്പാണ് സംസാരിക്കുന്നത്. ഇൻസ്പെക്ടർ, ഗോപിനാഥനെ കൊല്ലുന്നത് നേരിട്ട് കണ്ടയാളാണ് ഞാൻ. ഹലോ ഹലോ. എന്റെ ചേട്ടനെ കൊന്നത് കണ്ടയാളാണ് ഇപ്പോൾ ഫോൺ ചെയ്തത്. നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. ആ
ഹലോ, കുറുപ്പ് കൊല്ലപ്പെട്ടു. എങ്ങനെ? ഒന്നുകൂടെ ചോദിക്കട്ടെ, മിസ് കുറുപ്പിന്റെ മരണത്തിൽ ശോഭയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരെയും സംശയമില്ല. കുറുപ്പിനെ ഭയന്നിരുന്ന ആരെങ്കിലും ശോഭയ്ക്കറിയാം? ഒന്നുകൂടെ വ്യക്തമാക്കാം, കുറുപ്പ് ജീവിച്ചിരുന്നാൽ അപകടമാണെന്ന് കരുതിയ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കാം. ആരാണെന്ന് ശോഭയ്ക്ക് അറിയില്ലേ? അറിയാം. ഗോപിയേട്ടന്റെ കൊലപാതകം അച്ഛൻ കണ്ടിരുന്നു. അതാണ് എനിക്കറിയേണ്ടത്. അത് ആരാണ് കൊലപാതകം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ലേ? ബാബുവും ശോഭയും വിവാഹിതരാകാൻ നിശ്ചയിച്ചിരുന്നു. ബാബുവാണ് ഗോപിനാഥനെ കൊലപ്പെടുത്തിയെന്ന് കുറിപ്പിന് അറിയാമായിരുന്നു. ശോഭയ്ക്കും അതറിയാം. ശോഭയുടെ അച്ഛനെ കൊന്നതും ബാബുവാണ്. എന്നോടൊന്നും പറയരുത്, ഒന്നും ചോദിക്കരുത്. ശരി, ഞാൻ പിന്നെ വരാം. അല്ല മോളെ, ബാബു കൊല്ലുന്നത് കണ്ടവരുണ്ട്. ആര് കണ്ടു? ഞാൻ കണ്ടു. ബാബുവാണ് ഗോപിനാഥനെ കൊലപ്പെടുത്തിയെന്ന് കുറിപ്പിന് അറിയാമായിരുന്നു. ശോഭയുടെ അച്ഛനെ കൊന്നതും ബാബുവാണ്. ഹലോ, ഇൻസ്പെക്ടറല്ലേ സംസാരിക്കുന്നത്? ഞാൻ ശോഭയാണ്. ആ അതെ സാർ, എന്റെ അച്ഛനെ കൊന്നവൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഉറക്കത്തിലാണ്. പെട്ടെന്ന് വരണം സാർ. ഞാനിതാ വരുന്നു. നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ശൃംഗരിക്കാണെന്ന് ധരിച്ചോ? ശോഭേ, എന്റെ അച്ഛനെ കൊന്നത് നിങ്ങളല്ലേ? ശോഭേ, എന്റെ അച്ഛൻ മരിച്ചത് നോക്കി നിന്നത്രേ.
അവസാന ശ്വാസവും പോയോന്നറിയാൻ. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ എന്റെ അച്ഛനെ കൊന്നവനാണ്, സ്വന്തം ചേട്ടനെ കൊന്നവനാണ്. ശോഭേ, Shut up. ശോഭേ, ഞാൻ പറയുന്നു കേൾക്കൂ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാനിപ്പോ ശ്രമിച്ചാൽ അതെനിക്ക് ആപത്താണ്. ശോഭേ, ഞാൻ എന്താണ് ഈ ബഹളം? ആരാണ് നീ? എന്തിനു വന്നു? ഞാൻ ബാബു പറഞ്ഞയച്ചിട്ട് വന്നതാണ്. എന്തിന്? മധുസാറിനെ മധുസാറിനെ കൊല്ലാൻ. എവിടെ അവൻ? ബാബു കുറുപ്പിന്റെ വീട്ടിലുണ്ട്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ കുറുപ്പ് സാറിന്റെ ഓഫീസിൽ നിന്ന് വരികയാണ്. കുറുപ്പ് സാർ ഒപ്പിടേണ്ട ചില ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. ഒപ്പിട്ടാൽ ഫയലുകളെല്ലാം മാറ്റാമല്ലോ. അച്ഛന് പകരം ഞാൻ ഒപ്പിട്ടാൽ മതി, കുഞ്ഞൊപ്പിട്ടാ മതി. സാധ്യമല്ല. ഈ ഡോക്യുമെന്റ്സിൽ കൈയൊപ്പിടാൻ ഞാൻ അത്ര ബുദ്ധിയില്ലാത്തുള്ളൂ. എന്തിനും എനിക്കൊരു വക്കീലുമായിട്ട് ആലോചിക്കണം. ഇത് അത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. ഒന്ന് ഒപ്പിട്ടെന്ന് കരുതി തല പോകത്തൊന്നുമില്ല. മറിച്ചെന്താണ്? ഒപ്പിട്ടില്ലെങ്കിൽ? ഇല്ലെങ്കിൽ തല പോയെന്ന് വരും. അത് അപ്പോഴല്ലേ? അപ്പോഴല്ല, ഇപ്പോൾ. മര്യാദയ്ക്ക് ഒപ്പിടുന്നോ ഇല്ലയോ? ഇല്ല. ഓഹോ, വലിയ ബുദ്ധിമതി. പിടിക്കണ ഇവളെ. നിന്റെ ഒപ്പിന് വലിയ ഖനമാണല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. ഈ ഡോക്യുമെന്റ്സിൽ ഒപ്പിടുന്നോ? എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. നീ ഒരു കൊച്ചു തന്റേടിയൻ. ഞാൻ പറയുന്നതനുസരിച്ചാൽ. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ പോലെ എളുപ്പത്തിൽ മരിക്കാം. എന്റെ അച്ഛനെ കൊന്നത് ഞാനാണ്. നീയോ? എന്താ എന്ത് ചെയ്യാൻ പോകുന്നു? ചേട്ടാ, നിന്നെ ഞാൻ John, come. ശോഭേ, 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 ശോഭേ. ശോഭേ, ശോഭേ.
You are so beautiful. Come on. നിന്നെ എനിക്ക് വേണം. ഞാൻ സമ്മതിക്കാം. മിടുക്കി, ഇപ്പോഴാണ് നിനക്ക് ബുദ്ധി വന്നത്. Come to my room. My sweetie. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ നിന്നെയും. എന്നെ കൊല്ലാൻ വരുന്നു ബാബേട്ട. ബാബേട്ട, ഞാൻ എന്തിനാ ഒപ്പിട്ട് കൊടുക്കണമെന്ന് അച്ഛന് പകരം. ബാബേട്ട, എന്റെ അച്ഛനെ കൊന്നത് ബാബേട്ടനല്ല, ആ റോക്കിയാണ്. ഞാൻ പറയുന്നത് സത്യമാണ് ബാബേട്ട. അതെ, റോക്കിയാണ് കൊന്നത്, ബാബേട്ടനല്ല. ബാബേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാവും വരുന്നു. പറയണം, നീ എന്തിനു വന്നു? ഞാൻ പറയാം. എവിടെയാണ് എന്റെ മുതലാളി? ഞാൻ കാണിച്ചു. എന്തോ അവൻ രക്ഷപ്പെട്ടെന്നോ? എവിടെടാ റോക്കി? റോക്കി റോക്കി അവരുടെ കൈകളിൽ അകപ്പെട്ടു. എന്തോ? ശോഭയെ പിടിക്കാൻ വേണ്ടി പോയതാണ്, അറിയാതെ. ഇനി നിങ്ങളും അവരുടെ കയ്യിൽ അകപ്പെടും. എന്റെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരും. ഇല്ല, ഞങ്ങൾ അവരുടെ കയ്യിൽ പെടില്ല. അതിനെ നിങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കില്ല.
ഓക്കേ. മുതലാളി! ഓ, നീയും നല്ല നേരത്ത് തന്നെ വന്നു. മുതലാളി, ഇവരെന്ത് ദ്രോഹം ചെയ്തു? ഇത്ര കൊടിയ ശിക്ഷ. ഒന്നും ചെയ്തിട്ടല്ല, ചെയ്യാതിരിക്കാൻ. നീയും നിന്റെ പട്ടികളും എനിക്കൊരു ബാധ്യതയായി തീർന്നിരിക്കുന്നു. ഞാൻ ബാധ്യതയോ? അതെ, നീ എനിക്ക് ഒരുപാട് ബാധ്യതകൾ ചെയ്തിട്ടില്ലേ? ഏറ്റവും ഒടുവിൽ നീ എന്നെ കാട്ടിക്കൊടുത്തില്ലേ? ഇനി നിനക്കും മരിക്കാം. അതേടാ, ഇത്രയും കാലം നീ പറഞ്ഞതനുസരിച്ചൊന്നാണ് ഞാൻ. കോടിക്കണക്കിന് രൂപ നിനക്കുണ്ടാക്കി തന്നവൻ, നിന്റെ ജീവൻ രക്ഷിക്കാൻ പാവപ്പെട്ട കുറുപ്പിന്റെ ജീവൻ എടുത്തവൻ, ഗോപിനാഥിന്റെ കുടുംബം തകർത്തവൻ. നിന്റെ ചോരയിൽ ഈ കൈകൾ മുക്കി ആ പാപത്തിന്റെ കഥകൾ കഴുകണം. നിന്നെ കൊല്ലണം. നീയാണ് വിഷം. You bastard!